നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. പാക് അധീന കാശ്മീരിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് BJP വീണ്ടും വ്യക്തമാക്കിയ വാർത്തകൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അടുത്തു തന്നെ POK ഇന്ത്യയുമായി ചേരുമെന്നും അതിന് നമ്മൾ ഒരു സൈനിക നടപടികളും നടത്തേണ്ടതില്ല എന്നും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗും അമിത്ഷായും. ഇനി ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി S ജയശങ്കർ ആയാലും. എന്നാൽ ഇവരുടെ വാദങ്ങൾ ഉടനെ തന്നെ യാഥാർത്ഥ്യമാകും എന്നതിന്റെ സൂചനകളാണ് പാക് അധീന കാശ്മീരിൽ നിന്നും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പാക് അധീന കാശ്മീരിൽ പാകിസ്ഥാൻ സർക്കാരിനെതിരെ വൻ പ്രതിഷേധം കനക്കുകയാണ് എന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നത്. പാക് അധീന കാശ്മീരിലെ മണിപ്പൂർ ജില്ലയിലെ ദിദ്യാൽ തഹസീലിലാണ് സംഭവം. സർക്കാർ ചുമത്തുന്ന അന്യായ നികുതിക്കെതിരെയാണ് പ്രതിഷേധം ശക്തമാകുന്നത്. നിലവിൽ തന്നെ രൂക്ഷമായിരിക്കുന്ന വിലക്കയറ്റത്തിനിടെ സർക്കാർ അന്യായമായി കൊള്ള നികുതി ചുമത്തുന്നതും കൂടെ അംഗീകരിക്കാനാവില്ല എന്ന് വ്യക്തമാക്കിയാണ് വൻ പ്രതിഷേധവുമായി പ്രതിഷേധകർ രംഗത്ത് വന്നത്. അതേസമയം പ്രതിഷേധകർക്കെതിരെ സൈന്യത്തെ വിന്യസിപ്പിച്ച് സർക്കാർ സമരം അടിച്ചമർത്താൻ നോക്കുന്നത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമായി. സൈന്യത്തിന്റെ പിൻബലത്തോടെ 70 പ്രവർത്തകരെയാണ് അറസ്റ്റ് ചെയ്തത്. അധിക സേനയെ വിന്യസിപ്പിച്ചും 70 പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതും ജനങ്ങളെ വളരെയധികം ചൊടിപ്പിച്ചിട്ടുണ്ട്. അവർ വെള്ളിയാഴ്ച തന്നെ തെരുവിലിറങ്ങിയേക്കും എന്ന വൻ പ്രക്ഷോഭം നടത്തുകയും ചെയ്യും. ഇത് കൂടാതെ പ്രതിഷേധക്കാർ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ കല്ലെറിയുകയും അവരുമായി ഏറ്റുമുട്ടുകയും ചെയ്തതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത് അക്ഷരം പ്രതി സത്യമാകുന്നതിന്റെ ലക്ഷണങ്ങൾ ആണ് പാക് അധീന കാശ്മീരിൽ കണ്ടുവരുന്നത് എന്നേ പറയേണ്ടി വരും. ഒരു സൈനികനെ പോലും അതിർത്തി കടന്ന് അയക്കാതെ തന്നെ പാകിസ്ഥാൻ സർക്കാരിനെതിരെ ജനങ്ങൾ പ്രക്ഷോഭം നടത്തുന്ന കാഴ്ചയാണ് പാകിസ്ഥാനിൽ കണ്ടുവരുന്നത്. ഇതൊരു തുടക്കം മാത്രമായേക്കാം. കാരണം പാക് ഭരണകൂടത്തിനെതിരെ വളരെയധികം എതിർപ്പ് പാക് അധീന കാശ്മീരിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അതിന്റെ ചെറിയ ചെറിയ പൊട്ടിത്തെറികൾ മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും. അത് പൂർണ്ണമായും ഒരു പ്രക്ഷോഭമായി മാറുന്ന ദിവസം വിദൂരമല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ സമയരഹിതമായി വ്യക്തമാക്കുന്നത്.